മുസ്ലിം ലീഗിനെ വളരെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന സമസ്തയുടെ നേതാക്കൾക്ക് പോലും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് പഴയ കാലത്തെ ലീഗ് നേതാക്കളിൽ നിന്ന് ഭിന്നനാണ് പുതിയ കാലത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാർ സമസ്തയുടെ മുശാവറയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ വലിയ പണ്ഡിതന്മാരായിരുന്നു, മതബിരുദമുള്ള ആളുകളായിരുന്നു. സമസ്തയുടെ മുശാവറയിൽ അംഗങ്ങളാക്കുന്നതിന് അവർ നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പുതിയ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് ബാധകമല്ലാത്തത് കൊണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ ബിരുദം, ആ യോഗ്യത ഇല്ലാത്തത് കൊണ്ടാവണം അദ്ദേഹത്തെ സമസ്തയുടെ മുശാവറയിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം തീവ്രവാദം വളരാതിരിക്കാൻ മുസ്ലിം ലീഗാണ് ശ്രമിക്കുന്നത് എന്ന് നാഴികക്ക് 40 വട്ടം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ആ തീവ്രവാദികളുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. റിയാസ് മൗലവിയുടെ ഭാര്യ വേണമെന്ന് പറഞ്ഞ അവർ നിർദ്ദേശിച്ച അഡ്വക്കറ്റാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ കേസ് നടത്തുന്നത്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ. അല്ലാതെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ല കേസ് നടത്തുന്നത്. റിയാസ് മൗലവിയുടെ ഭാര്യ അവർ നിർദ്ദേശിച്ചതനുസരിച്ച് സർക്കാർ നിയോഗിച്ച അഡ്വക്കറ്റ് ഷജിത്ത് പോലീസുമായി ഒത്തുകളിച്ച് ഈ കേസ് ദുർബലമാക്കി എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇത് റിയാസ് മൗലവിയുടെ ഭാര്യയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൂടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ട്. UDFും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ 7 വർഷവും 7 ദിവസവും ഈ പ്രതികൾക്ക് ഒരു ദിവസം പോലും ജാമ്യം കൊടുക്കാതെ അവരെ വിചാരണാ തടവുകാരായി കേരളത്തിൻ്റെ ജയിലിൽ പാർപ്പിച്ചു എന്നുള്ളത് ഇടതുപക്ഷ സർക്കാർ റിയാസ് മൗലവിയുടെ ഘാതകരോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കോവിഡ് കാലത്ത് പലർക്കും ജാമ്യം കൊടുത്തു. ആ ഘട്ടത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയത് പോലീസാണ്. ആ പോലീസാണ് ഇപ്പോൾ ഒത്തുകളിച്ചു എന്ന് ഇവർ ആക്ഷേപിക്കുന്നത്. രാജ്യസഭാ മെമ്പറായത്, ഗവർണർമാരായി പറഞ്ഞയക്കുന്നത്, ലോകായുക്തമാരായി നിയമിക്കപ്പെടുന്നത് ഒക്കെ തന്നെ പല പ്രമാദമായ കേസുകളിലും വിധി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ രാജ്യത്ത് തന്നെ ആളുകളുടെ ഇടയിൽ ജുഡീഷ്യറിയെ സംബന്ധിച്ച് സമീപകാലത്ത് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംശയം ബലപ്പെടുത്തുന്നതാണ് കാസർഗോഡ് ജില്ലാ കോടതിയുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ റിയാസ് മൗലവിയുടെ ഘാതകരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ തൻ്റെ പത്രസമ്മേളനത്തിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. സർ, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലബാറിലെ ഇടതുപക്ഷ പ്രതീക്ഷ എത്രത്തോളമാണ്? ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മളുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മളുടെ നാടിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ബഹുസ്വരതയും നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന നിലനിൽക്കേണ്ടത് രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമാണ്. ആ നിലക്ക് അതിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് എതിരെ ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വരണം. അവരിപ്പോൾ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തുകയും അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിന്
യോഗ്യന്മാരായിട്ടുള്ള അംഗങ്ങൾ, ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ജയിച്ചു വരണം എന്നുള്ളതാണ് പൊതുവെ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മലബാറിലെ ജനങ്ങളും അത്തരം ഒരു ശക്തമായിട്ടുള്ള നിലപാടും സമീപനവും കൈക്കൊള്ളാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളും മതന്യൂനപക്ഷങ്ങൾക്ക് വന്ന സന്ദർഭത്തിൽ യാതൊരു തരത്തിലുള്ള മറയുമില്ലാത്ത സുവ്യക്തമായ നിലപാടാണ് ഇടതുപക്ഷ കക്ഷികളും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ എത്ര കണ്ടുണ്ടാകുന്നു അത്രയും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടും, അവരുടെ ആവശ്യങ്ങൾക്കു നേരെ ഭരിക്കുന്നവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഉറപ്പ് മലബാറിലെ ജനങ്ങൾക്കുണ്ട്. സർ, ഈ ഇലക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് മലപ്പുറവും പൊന്നാനിയും. ഇവിടുത്തെ മത്സരങ്ങളെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? മലപ്പുറവും പൊന്നാനിയും കുറേ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് മാത്രം ജയിച്ചു വരുന്ന മണ്ഡലമാണ്. മലപ്പുറത്ത് ഒരിക്കലും ആരും ജയിക്കില്ല ലീഗല്ലാതെ എന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രത്തിനാണ് 2004 ഭംഗം വന്നത്. 2004 മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ TK ഹംസ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ഇടതുപക്ഷത്തിന് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന പല അസംബ്ലി മണ്ഡലങ്ങളിലും 2006 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചു. അതോടെ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം ജയിക്കാത്ത മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങൾ എന്ന ഒരു വേർതിരിവ് ഇല്ലാതായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വസീഫാണ്. വസീഫ് DYFIയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി കാലം MLAയും MP ഒക്കെ ആയിട്ട് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും താൻ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിന് നേടിക്കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പൊന്നാനിയിൽ 3 തവണ പാർലമെൻറ്റ് അംഗമായ, പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന തിരൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 4-5 തവണ MLA ആയ UDFൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നത് തന്നെ. അപ്പോൾ പൊന്നാനിയിൽ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടത്ര വിജയസാധ്യതയില്ല എന്ന് കണ്ടാണ് മലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നത്. മലപ്പുറത്തെ UDFൻ്റെ സ്ഥാനാർത്ഥി പൊന്നാനിയിലേക്കും മാറിയിരിക്കുകയാണ്. കാരണം മലപ്പുറത്തെ ജനങ്ങളോട് തന്നെ തെരഞ്ഞെടുത്ത കാലയളവിൽ എന്തൊക്കെയാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിന് വേണ്ടി താൻ ചെയ്തത് എന്ന് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ മണ്ഡലമാറ്റത്തിലൂടെ മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം മലപ്പുറത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത്തവണ മലപ്പുറത്ത് തീപാറുന്ന പോരാട്ടമാണ് നടക്കുക. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കേരളത്തിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ളൊരു വേവിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനിയിലും വലിയ വോട്ട് ഭൂരിപക്ഷം വന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹിമാൻ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഘട്ടത്തിൽ 25,000 വോട്ടിൻ്റെ വ്യത്യാസമേ അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് ഉള്ളൂ. ഇപ്പോഴത്തെ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് 4 നിയോജക മണ്ഡലങ്ങൾ അവിടെ LDF ആണ് നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. തൃത്താല, പൊന്നാനി, തവനൂര്, താനൂര്. ശേഷിക്കുന്ന 3 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരൂരങ്ങാടിയും തിരൂരും കോട്ടക്കലുമാണ്. ഈ 3 മണ്ഡലങ്ങളിലും വളരെ വലിയ വ്യത്യാസമൊന്നും UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല.
തിരൂരങ്ങാടിയിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. തിരൂരിൽ 8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. കോട്ടക്കലിലാണ് 10,000-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടെ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ ഇപ്പോൾ ബലാബലത്തിലാണ് നിൽക്കുന്നത്. പൊന്നാനിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് കലഹിച്ചു പുറത്തു വന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പദം കൈകാര്യം ചെയ്ത KS ഹംസയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും ഉൾപ്പെടെ UDFന് കേരളത്തിൽ വിജയസാധ്യത കുറയുന്നു എന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവർ ഇന്നുവരെ അകറ്റി നിർത്തിയിരുന്ന, ഇന്നലെ വരെ അവർ തള്ളിപ്പറഞ്ഞിരുന്ന SDPI എന്ന് പറയുന്ന സംഘത്തെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അവരുടെ പിന്തുണ അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും തങ്ങൾക്കത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം UDFന് ഇല്ലാത്തത് അവർക്ക് മലപ്പുറം, പൊന്നാനി ഉൾപ്പെടെയുള്ള മലബാറിലെ, കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും പരാജയം മണക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടേ അതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. SDPI ഇന്ന് വരെ പ്രഖ്യാപിതമായി ഇടതുപക്ഷത്തിന് ഇതുപോലെ പരസ്യമായിട്ടുള്ള ഒരു പിന്തുണ ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നൽകിയിട്ടില്ല. RSSൻ്റെയും SDPIയുടെയും വോട്ട് വേണ്ട എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള സമീപനമാണ്, നയമാണ്. ഈ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായി മാറുമെന്നൊരു തോന്നലുണ്ടോ? സമസ്തയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം സമസ്ത നേതാക്കളല്ല, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം സമസ്തയെ അവരുടെ വരുതിയിൽ നിർത്താൻ വേണ്ടി ശ്രമിച്ചതിനെതിരായിട്ടുള്ള ഒരു നല്ല പ്രതികരണം സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് സമസ്തയുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സമസ്തയുടെ നേതൃത്വം ചെയ്യേണ്ടത് തന്നെയാണ്. സമസ്തയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കവേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, മുസ്ലിം ലീഗിൻ്റെ ഒരു ഓഫ്ഷൂട്ടാകാൻ, അതിൻ്റെ ഒരു ശാഖയാകാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഘടനയാകാൻ ഒരിക്കലും തന്നെ സമസ്തക്ക് കഴിയില്ല. ലീഗ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ലീഗിൻ്റെ കീഴിലുള്ള ഒരു മതസംഘടനയാണ് സമസ്ത എന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണ് എന്ന് സമസ്തയുടെ നേതൃത്വത്തിന് തോന്നി. കാരണം അങ്ങനെ ഒരു അപ്രമാദിത്വം സമസ്തയുടെ മേലെ മാത്രമേ മുസ്ലിം ലീഗ് വെച്ച് പുലർത്തുന്നുള്ളൂ. മുജാഹിദ് സംഘടനകൾ, 3 സംഘടനകളുണ്ട്. ആ 3 സംഘടനകളുടെ മേലും ഇത്തരത്തിലുള്ള ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലീഗ് ശ്രമിച്ചിട്ടില്ല. സമസ്തയെ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള നീക്കം അവർ നടത്തുന്നതിനെതിരായിട്ടാണ് ഇപ്പോൾ സമസ്തയിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ ഈ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരായി സമസ്തയിലെ പല ആളുകളും ഇടതുപക്ഷത്തെ സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന് മുസ്ലിം സംഘടനകളിൽ പഴയതുപോലെ ഒരു സ്വാധീനം ഇല്ല എന്നൊരു തോന്നലുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് എല്ലാ മുസ്ലിം സംഘടനകളുടെ മേലും നേരത്തെ നല്ല സ്വാധീനമുണ്ടായിരുന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണെങ്കിലും അവരൊക്കെ തന്നെ പ്രായം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും മതബിരുദം കൊണ്ടും ഒക്കെ തന്നെ മുകളിൽ നിന്നിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മതസംഘടനകൾക്ക് അവരെ അംഗീകരിക്കുന്നതിൽ, അവർ പറയുന്നത് ഉൾക്കൊള്ളുന്നതിൽ യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ആ ഒരു നിലയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല, വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയകാല മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാർ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായ സംഘടനകൾ പുതിയ കാലത്തെ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പറയുന്നത് ആ ഒരു സ്പിരിറ്റിൽ ഉൾക്കൊള്ളും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മുസ്ലിം സംഘടനകളുടെ തന്നെ പല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. മുസ്ലിം ലീഗിനെ വളരെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന സമസ്തയുടെ നേതാക്കൾക്ക് പോലും
മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് പഴയ കാലത്തെ ലീഗ് നേതാക്കളിൽ നിന്ന് ഭിന്നനാണ് പുതിയ കാലത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതാണ്. സമസ്ത പണ്ഡിത സഭയായ മുഷാവറയിൽ ലീഗ് അധ്യക്ഷനെ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നാണ് അങ്ങ് വിലയിരുത്തുന്നത്? മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാർ സമസ്തയുടെ മുഷാവറയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ വലിയ പണ്ഡിതന്മാരായിരുന്നു, മതബിരുദമുള്ള ആളുകളായിരുന്നു. സമസ്തയുടെ മുഷാവറയിൽ അംഗങ്ങളാക്കുന്നതിന് അവർ നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പുതിയ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് ബാധകമല്ലാത്തത് കൊണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ ബിരുദം, ആ യോഗ്യത ഇല്ലാത്തത് കൊണ്ടാവണം അദ്ദേഹത്തെ സമസ്തയുടെ മുഷാവറയിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സമസ്തയുടെ മുഷാവറയിൽ ഉൾപ്പെടേണ്ട ആളുകൾക്ക് നിശ്ചയിച്ച യോഗ്യത മറികടന്ന് ആക്കിയാൽ, ഒരാളെ അംഗമാക്കിയാൽ അതൊരു പ്രീസിഡൻ്റായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും ഭാവിയിൽ പണ്ഡിതന്മാർ മുഴുവൻ സമസ്ത മുഷാവറയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. രാമക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിലെ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാമക്ഷേത്രം എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള മതനിരപേക്ഷ പാർട്ടികളും മതനിരപേക്ഷവാദികളുമെല്ലാം തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു കാര്യമാണ്. അത് രാമക്ഷേത്രത്തിനെതിരായിട്ടുള്ള വിയോജിപ്പായിരുന്നില്ല. അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് രാമക്ഷേത്രം പണിതത് എന്നുള്ളത് കൊണ്ടാണ്. അയോധ്യയിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു രാമക്ഷേത്രം പണിതിരുന്നു എങ്കിൽ ബാബറി മസ്ജിദ് പൂർവ്വസ്ഥിതിയിൽ തന്നെ നിലനിന്നിരുന്നു എങ്കിൽ അതിനോളം രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ സെക്കുലർ കൺസെപ്റ്റും ലോകത്തിനു മുമ്പിൽ പ്രക്ഷേപിക്കപ്പെടുമായിരുന്നില്ല. രാമക്ഷേത്ര നിർമ്മാണം മറ്റൊരു ജനവിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് എക്കാലവും ചരിത്രമെന്നുള്ള നിലയിൽ അവിടെ കിടക്കുന്നതാണ്. ആ വസ്തുതയെ നിരാകരിച്ചുകൊണ്ട് BJP അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി നിർമ്മിച്ച രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഹൈന്ദവ സമുദായത്തിൻ്റെ മൊത്തം ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണവും സഫലീകരണവുമാണ് എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിനോട് ആർക്കും യോജിക്കാൻ വേണ്ടി കഴിയില്ല. മുസ്ലിം സമുദായത്തിലെ ആർക്കും യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ രാജ്യത്തുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ഒരാൾക്കും അതിനോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല. അതിനോട് യോജിച്ചാൽ അതിനർത്ഥം RSSും BJPയും ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായാംഗങ്ങളുടെ വികാരം എന്നാണ്. അതല്ല. നമ്മൾ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ ഈ രാജ്യത്ത് ഒരു ഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പിലും 50% വോട്ട് BJPക്ക് കിട്ടിയിട്ടില്ല. അവർ വലിയ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 38-39% വോട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാജ്യത്തുള്ള ഹൈന്ദവ സമുദായാംഗങ്ങളിൽ ഭൂരിപക്ഷവും RSSനും BJPക്കും എതിരായിട്ട് ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി, മതേതര പാർട്ടികൾക്കായി ഈ ഹൈന്ദവ സമുദായാംഗങ്ങളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ട് മാത്രമാണ്. അവയെല്ലാം തന്നെ BJPക്ക് വിരുദ്ധമായി ഒരു പെട്ടിയിൽ വീണിരുന്നു എങ്കിൽ BJP നമ്മളുടെ രാജ്യത്ത് അധികാരത്തിൽ തന്നെ വരുമായിരുന്നില്ല. ഇതാണ് വസ്തുത എന്നിരിക്കെ BJPയാണ് ഹിന്ദു സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന. കോൺഗ്രസിലും അതുപോലെ തന്നെ മറ്റു രാജ്യത്തുള്ള മതനിരപേക്ഷ പാർട്ടികളിലും എത്രയോ ഹൈന്ദവ സഹോദരന്മാരും ഹൈന്ദവ നേതാക്കന്മാരുമുണ്ട്. അവരാരും ഹിന്ദു സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല. ഹൈന്ദവ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നത് BJPയാണ്.
RSS ആണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് എൻ്റെ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹത്തിന് ഗവർണറെ ക്ഷണിച്ചതുകൊണ്ടാണ് ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്നും MSFനെ പിറകോട്ട് അടുപ്പിച്ചതെന്ന് കരുതുന്നുണ്ടോ? വിവാഹ സൽക്കാരങ്ങൾക്കൊക്കെ ഏതൊരാളെയും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ട്. അതിലൊന്നും നമ്മൾ ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്ക് ആളുകളെ ക്ഷണിക്കാം, അതിൽ തെറ്റില്ല. അതുകൊണ്ടാണോ MSF ഗവർണർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് മാറിയത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. റിയാസ് മൗലവി കേസ് വിവാദത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? റിയാസ് മൗലവിയുടെ വധത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അമർഷവും ഈ രാജ്യത്തുള്ള എല്ലാവരും രേഖപ്പെടുത്തിയതാണ്. കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലിൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണശാലയായിട്ട്, ഒരു ടെസ്റ്റ് ഡോസ് സെൻ്ററായിട്ട് RSSും BJPയും തിരഞ്ഞെടുത്തിരിക്കുന്നത് കാസർഗോഡിനെയാണ് എന്ന് അവിടുത്തെ കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 2009-നും 2018-നും ഇടയിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രം 6 ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. മൊത്തം 10-12 ആളുകൾ കാസർഗോഡ് ജില്ലയിലും കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഒക്കെയായിട്ട് വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണ്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളെ കൊലപ്പെടുത്തി കാസർഗോഡിനെ ഒരു വർഗീയ കലുഷിതമായിട്ടുള്ള മേഖലയാക്കി മാറ്റാൻ RSSും BJPയും സംഘടിതമായിട്ട് ശ്രമിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാവണം അവിടുത്തെ 3 ചെറുപ്പക്കാരിൽ റിയാസ് മൗലവിയോട് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തോട് ശക്തമായിട്ടുള്ള വെറുപ്പ് അനുഭവപ്പെട്ടത്. ആ വെറുപ്പിൻ്റെ സന്തതിയാണ് റിയാസ് മൗലവിയുടെ വധം. റിയാസ് മൗലവി വധിക്കപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തു. റിയാസ് മൗലവിയുടെ ഭാര്യ അഡ്വക്കേറ്റ് അശോകൻ എന്ന് പറയുന്നയാളെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കണം എന്ന് പറഞ്ഞത്. അത് ഗവൺമെൻറ് സ്വീകരിച്ചു. അഡ്വക്കേറ്റ് അശോകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കി. ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഡോക്ടർ ശ്രീനിവാസൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ IPS ഉദ്യോഗസ്ഥനെ UDF ഭരിക്കുന്ന കാലത്ത് കാസർഗോഡ് കലക്ടറാവുകയും അദ്ദേഹം അവിടെ കലക്ടർ എന്നുള്ള നിലയിൽ തൻ്റെ ചുമതല SP ആവുകയും SP എന്നുള്ള നിലയിൽ തൻ്റെ ചുമതല ഭംഗിയായി നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വേണം എന്ന് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംഘത്തെ സർക്കാർ നിയോഗിച്ചു. ആ സംഘവും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും കേസ് വളരെ നല്ല നിലയിലാണ് കൊണ്ടുപോയത്. ഇടയ്ക്ക് വെച്ച് അഡ്വക്കേറ്റ് അശോകൻ മരണപ്പെട്ടു. അതേ തുടർന്ന് അഡ്വക്കേറ്റ് അശോകൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഷജിത്ത് എന്ന് പറയുന്ന വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കണം എന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. 1.5 മാസം കൊണ്ടാണ് അതിൽ തീർപ്പുണ്ടാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ റിയാസ് മൗലവിയുടെ ഭാര്യ വേണമെന്ന് പറഞ്ഞ അവർ നിർദ്ദേശിച്ച അഡ്വക്കറ്റാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ കേസ് നടത്തുന്നത്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ. അല്ലാതെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ല കേസ് നടത്തുന്നത്. റിയാസ് മൗലവിയുടെ ഭാര്യ അവർ നിർദ്ദേശിച്ചതനുസരിച്ച് സർക്കാർ നിയോഗിച്ച അഡ്വക്കറ്റ് ഷജിത്ത് പോലീസുമായി ഒത്തുകളിച്ച് ഈ കേസ് ദുർബലമാക്കി എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? അങ്ങനെയുള്ള ഒത്തുകളിക്കുന്ന ആളെയാണോ തൻ്റെ വക്കീലായിട്ട് റിയാസ് മൗലവിയുടെ ഭാര്യ നിർദ്ദേശിച്ചത്?
ഇത് റിയാസ് മൗലവിയുടെ ഭാര്യയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൂടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ട്. UDFും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് ആലോചിക്കുന്നത്. ഹൈക്കോടതിയിൽ അപ്പീൽ പോയാൽ തീർച്ചയായിട്ടും റിയാസ് മൗലവിയുടെ വെറുതെ വിട്ട ഘാതകരെ കൽത്തുറുങ്കിലടക്കാൻ പറ്റുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. കഴിഞ്ഞ 7 വർഷവും 7 ദിവസവും ഈ പ്രതികൾക്ക് ഒരു ദിവസം പോലും ജാമ്യം കൊടുക്കാതെ അവരെ വിചാരണാ തടവുകാരായി കേരളത്തിൻ്റെ ജയിലിൽ പാർപ്പിച്ചു എന്നുള്ളത് ഇടതുപക്ഷ സർക്കാർ റിയാസ് മൗലവിയുടെ ഘാതകരോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. UDFിൻ്റെ ഭരണകാലത്ത് എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കാസർഗോട്ട്. ഏതെങ്കിലും ഒരു കൊലപാതകത്തിലെ പ്രതികളെ ഇത്രയും കാലം വിചാരണാ തടവുകാരായി ജയിലിൽ പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? കോവിഡ് കാലത്ത് പലർക്കും ജാമ്യം കൊടുത്തു. ആ ഘട്ടത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയത് പോലീസാണ്. ആ പോലീസാണ് ഇപ്പോൾ ഒത്തുകളിച്ചു എന്ന് ഇവർ ആക്ഷേപിക്കുന്നത്. നമ്മളുടെ ജുഡീഷ്യറി സംവിധാനം തന്നെ രാജ്യത്ത് പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പല വിധികൾ പറഞ്ഞ ജഡ്ജിമാരും അവർ റിട്ടയർമെൻ്റ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഭരണകക്ഷിയുടെ ആശീർവാദത്തോടെ പല ഉന്നത പദവികളിലും എത്തുന്നു എന്നുള്ള ആരോപണം രാജ്യത്ത് ശക്തമാണ്. രാജ്യസഭാ മെമ്പറായത്, ഗവർണർമാരായി പറഞ്ഞയക്കുന്നത്, ലോകായുക്തമാരായി നിയമിക്കപ്പെടുന്നത് ഒക്കെ തന്നെ പല പ്രമാദമായ കേസുകളിലും വിധി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ രാജ്യത്ത് തന്നെ ആളുകളുടെ ഇടയിൽ ജുഡീഷ്യറിയെ സംബന്ധിച്ച് സമീപകാലത്ത് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംശയം ബലപ്പെടുത്തുന്നതാണ് കാസർഗോഡ് ജില്ലാ കോടതിയുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ റിയാസ് മൗലവിയുടെ ഘാതകരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ തൻ്റെ പത്രസമ്മേളനത്തിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട്. സർ, നേരത്തെ പരാമർശിച്ച ഒരു വിഷയമാണ് SDPI UDFിന് പിന്തുണ പ്രഖ്യാപിച്ച കാര്യം. ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ ഒരു വ്യക്തിപരമായൊരു നിലപാട് എന്താണ്? മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും, ഡോക്ടർ MK മുനീർ, KM ഷാജി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലുള്ളവരും ഈവൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ശക്തമായ നിലപാട് SDPIക്കെതിരായിട്ട് എടുത്തിട്ടുള്ളതാണ്. മുസ്ലിം തീവ്രവാദം വളരാതിരിക്കാൻ മുസ്ലിം ലീഗാണ് ശ്രമിക്കുന്നത് എന്ന് നാഴികക്ക് 40 വട്ടം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ആ തീവ്രവാദികളുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ SDPയെ സംബന്ധിച്ച മുൻ നിലപാടിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഇതുപോലെ തന്നെയായിരുന്നു വെൽഫെയർ പാർട്ടിയോടും ഒരു കാലത്ത് അവർ സ്വീകരിച്ച സമീപനം. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിച്ചിരുന്നവരല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ രൂപമായി വെൽഫെയർ പാർട്ടി വന്നപ്പോൾ അവരുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ധാരണകൾ ഉണ്ടാക്കാൻ, സഖ്യമുണ്ടാക്കാനൊക്കെ UDF തയ്യാറായി. അതിനേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ SDPIയുടെ പരസ്യമായിട്ടുള്ള സഖ്യം തള്ളിക്കളയാതെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഇത് മുസ്ലിം ചെറുപ്പക്കാർക്ക് SDPIയോട് ഉണ്ടായിരുന്ന അകലം കുറക്കും. മുസ്ലിം ലീഗ് ഈ പരസ്യ സഖ്യത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് ലീഗിലെ തന്നെ തീവ്ര സ്വഭാവമുള്ള ചെറുപ്പക്കാർക്ക് SDPIയുമായി ഭാവിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രചോദനമായാൽ നമ്മൾ ആ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല.
അതിൻ്റെ മുഴുവൻ കാരണക്കാർ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ വരെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കാൻ അവർ കാരണമായിട്ട് അന്ന് പറഞ്ഞത് സേട്ടു സാഹിബിൻ്റെ തീവ്രമായിട്ടുള്ള നിലപാടുകളോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, മുസ്ലിം ലീഗിന് സാധിക്കില്ല എന്നുള്ളതാണ്. സേട്ടു സാഹിബിൻ്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗ് എങ്ങനെയാണ് SDPIയുടെ പരസ്യമായിട്ടുള്ള പിന്തുണയെ തള്ളിപ്പറയാതെ മുന്നോട്ട് പോവുക? ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഘോരഘോരം പ്രസംഗിച്ച നേതാക്കന്മാരുണ്ടല്ലോ മുസ്ലിം ലീഗിൽ. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? അവരുടെയൊക്കെ അഭിപ്രായം ഇപ്പോൾ എന്താണ്? ഇതൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. RSS, SDPI തുടങ്ങിയിട്ടുള്ള സംഘടനകളുമായി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഒരു പ്രഖ്യാപിത വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും സഖ്യമോ ധാരണയോ ഉണ്ടാക്കാൻ പാടില്ല. അതുണ്ടാക്കുന്നത് അവർക്ക് മാന്യതയുടെ കുപ്പായം തുന്നിച്ചിടിയിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ചെറുപ്പക്കാരെ SDPIയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനെയാണ് ചാവക്കാട്ട് SDPI പ്രവർത്തകർ കൊന്നത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും അമർഷവും SDPIക്കെതിരായിട്ടുള്ള നിലപാടും കോൺഗ്രസ് സ്വീകരിച്ചത്, കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗിച്ചത് നമുക്കറിയാം. ലീഗിൻ്റെയും ഇന്നോളമുള്ള തീവ്രവാദ വിരുദ്ധ അവകാശവാദം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് SDPIയുടെ പരസ്യ പിന്തുണ തള്ളിപ്പറയാതെ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ലീഗും കോൺഗ്രസുമാണ് ശക്തമായി പ്രതികരിച്ചതെന്നാണ് ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള ലീഗ് നേതാക്കൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് താങ്കളുടെ ഒരു മറുപടി എന്തായിരിക്കും? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി AICCയുടെ നിലപാടെന്താണ്? പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പലരും അപ്പീൽ ഫയൽ ചെയ്യുകയുണ്ടായി. ആ അപ്പീൽ ഫയൽ ചെയ്തവരുടെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി ഉണ്ടോ? കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടോ? CPIM ഉണ്ട്, CPI ഉണ്ട്, DYFI ഉണ്ട്, SFI ഉണ്ട്, കേരള സർക്കാരുണ്ട്. എല്ലാ സംഘടനകളുമാണ് സുപ്രീം കോടതിയിൽ അതിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോട് CAA നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് ആലോചിച്ച് പറയാം എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ് കടന്നു പോവുകയാണ് ചെയ്തത്. കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ CAA കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് അവർ ഉത്തരേന്ത്യയിൽ ഏറ്റവും അധികം ഇതിൻ്റെ ഇരകൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഉത്തരേന്ത്യയിലാണ്. ആ ഉത്തരേന്ത്യയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം റദ്ദ് ചെയ്യും എന്ന് പറയാത്തത് എന്താണ്? കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ? ഇത് പാസ്സാക്കുന്ന ഘട്ടത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നോ? അവരിതിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയോ? അവരിറങ്ങിപ്പോരാണ് ചെയ്തത്. വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനെതിരായിട്ട്. NIA നിയമം ഭേദഗതി ചെയ്തതിനെതിരായി അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതൊരാളെയും ദേശദ്രോഹ കുറ്റത്തിന് വലിയ തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യുകയും അനന്തമായി അവരെ ജയിലിലടക്കുകയും ചെയ്യാൻ ഭരണകൂടത്തിന് സ്വാതന്ത്ര്യവും അവകാശവും നൽകുന്ന നിയമമാണ് NIA ഭേദഗതി നിയമം. ആ നിയമത്തിനെതിരായി വോട്ട് ചെയ്തത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി മാത്രമാണ്. ആലപ്പുഴയിൽ നിന്നുള്ള AM ആരിഫ് മാത്രം. ബാക്കി എല്ലാ UDF അംഗങ്ങളും മുസ്ലിം ലീഗ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസിൻ്റെ എല്ലാ അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്തു. BJPയുടെ കൂടെ NIA ഭേദഗതി നിയമം ഭേദഗതി ചെയ്തതിനെതിരായി ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി.
യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ ആരാണ് ആത്മാർത്ഥവും സത്യസന്ധവുമായ നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്ക് ആ നിയമം വന്ന് ഇന്നോളമുള്ള വിവിധ പാർട്ടികളുടെ സമീപനങ്ങൾ പരിശോധിച്ചാൽ, നേതാക്കന്മാരുടെ പ്രസ്താവനകൾ പരിശോധിച്ചാൽ ബോധ്യമാകും. കേരളത്തിൽ പോലും KPCC അതിനോട് സ്വീകരിച്ച അഴകുഴമ്പൻ നിലപാട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവർക്കൊരാത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ, കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സുധാകരൻ ഉൾപ്പെടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ CAA-ക്കെതിരായി പ്രസംഗിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് അവർ പുറത്തുവിടട്ടെ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP കേരളത്തിൽ നിന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്പിംഗ് അവർ പുറത്തുവിടട്ടെ. ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും കോൺഗ്രസ്സിന് ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് കശ്മീരിൻ്റെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും, മുത്തലാഖ് ബില്ലിൻ്റെ കാര്യമാണെങ്കിലും, CAA-യുടെ വിഷയമാണെങ്കിലും, NIA നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്ത പുതിയ നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ പോലും കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു ഏകീകൃത അഭിപ്രായം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് BJP-യുടെ ഒരു B ടീമായി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അവർ കരുതുന്നത് തീവ്ര ഹിന്ദുത്വം BJP സ്വീകരിച്ചതുകൊണ്ടാണ് അവർക്ക് ഇത്ര ശക്തമായിട്ടുള്ള വേരോട്ടം ലഭിച്ചത് എന്നാണ്. ആ വേരോട്ടത്തിന് അധികായുസ് ഉണ്ടാവില്ല. ജനങ്ങൾ സമാധാനപ്രിയരാണ്, അവർ ശാന്തിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണോത്സുകതയിൽ നിന്ന് രാജ്യം തിരിച്ചു പോകും, ഒരു തർക്കവുമില്ല. കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം. അവർ BJP-യുടെ വഴിയെ സഞ്ചരിക്കുകയാണ്. മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു, തീവ്ര ഹിന്ദുത്വ സമീപനം BJP സ്വീകരിക്കുന്നു. എങ്കിൽ പിന്നെ നല്ലത് തീവ്രമല്ലേ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വമല്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ നമ്മൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഒരു ഭാഗത്ത് തീവ്രമായ ഹിന്ദുത്വ നിലപാടും മറുഭാഗത്ത് കലർപ്പില്ലാത്ത മതനിരപേക്ഷ നിലപാടുമാണ് ഉണ്ടാകേണ്ടത്. അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത്. അതിൽ അവർ വെള്ളം ചാർത്തി ഇപ്പോൾ BJP-യുടെ തീവ്ര ഹിന്ദുത്വത്തിന് ബദലായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത് അവരുടെ മൃദു ഹിന്ദുത്വമാണ്. ഇത് ആത്മഹത്യാപരമാണ് എന്ന് കോൺഗ്രസ്സിന് അധികം വൈകാതെ ബോധ്യമാകും. ആരുടെയും പിന്തുണ ലഭിക്കാതെ അവർ ഉഴലുന്ന സ്ഥിതി രാജ്യത്തുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. സർ, ഈ തിരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു തിരിച്ചടി ഉണ്ടായി എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ലീഗിൻ്റെ ഭാവി എന്തായിരിക്കും? മുസ്ലിം ലീഗിന് സ്വന്തമായിട്ട് തന്നെ ജയിക്കാൻ പറ്റുന്ന നിയോജക മണ്ഡലങ്ങളുണ്ടല്ലോ കേരളത്തിൽ. ഇപ്പോൾ നമ്മളുടെ തെലുങ്കാനയിലെ ഉവൈസിയുടെ പാർട്ടിയെ പോലെ, ഉവൈസിയുടെ പാർട്ടി അവിടെ ഒരു മുന്നണിയിലും അംഗമല്ല. കോൺഗ്രസിൻ്റെ മുന്നണിയിലും ഉവൈസിയുടെ പാർട്ടിയില്ല. അതുപോലെ തന്നെ അപ്പുറത്ത് അവരെ എതിർക്കുന്ന മുന്നണിയിലും ഉവൈസിയുടെ പാർട്ടിയില്ല. എന്നാലും ഉവൈസി കാലങ്ങളായിട്ട് ഹൈദരാബാദിൽ നിന്ന് ജയിക്കുന്നു. ഉവൈസിയുടെ പാർട്ടിക്ക് 7-8 MLA-മാർ ആ ചുറ്റുവട്ടത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒറ്റക്ക് മത്സരിച്ചാണ് ഉവൈസിയുടെ പാർട്ടി കഴിഞ്ഞ ലോക്സഭയിൽ ഒരംഗത്തെ ഉണ്ടാക്കിയത്. അതുപോലെ മുസ്ലിം ലീഗിനും കേരളത്തിൽ MP-മാരെയും MLA-മാരെയും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തന്നെ പറ്റും. കോൺഗ്രസുമായിട്ടുള്ള ഈ സഖ്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണ് എന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും അവരെ ബോധ്യപ്പെടുത്തും. കോൺഗ്രസ് ലീഗിൻ്റെ വോട്ട് വാങ്ങുക എന്നല്ലാതെ തിരിച്ച് കോൺഗ്രസ് ലീഗിന് വോട്ട് കൊടുക്കുന്നത്
വളരെ വിരളമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിനിപ്പുറം അങ്ങനെ ഒന്ന് ചിന്തിക്കാനേ കോൺഗ്രസ്സിന് കഴിയില്ല. കോൺഗ്രസ് ലീഗിനൊരു സീറ്റ് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഒരു റിബലിനെയും അവർ കൊടുക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെയാണ് തെക്ക് ഭാഗത്തുണ്ടായിരുന്ന പല നിയോജക മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ലീഗിനൊരു MLA ഉണ്ടായിരുന്നു, മുഹമ്മദ് കണ്ണ്. എത്രയോ വർഷം അദ്ദേഹം MLA ആയിരുന്നു തിരുവനന്തപുരം വെസ്റ്റിൽ നിന്ന്. അതാണ് പിന്നെ കഴക്കൂട്ടമായിട്ട് മാറിയത്. ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കവേ കോൺഗ്രസിൻ്റെ റിബല് മത്സരിച്ചു, ആ റിബല് ജയിച്ചു. അങ്ങനെ ആ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടു. പിന്നെ ലീഗിനൊരു നിയോജക മണ്ഡലം തെക്ക് ഭാഗത്തുണ്ടായിരുന്നത് കൊല്ലമാണ്, കൊല്ലത്ത് ഇരവിപുരം. ആ മണ്ഡലത്തിലും ലീഗ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. PKK ബാവ അവിടെ നിന്ന് ജയിച്ച സമയത്താണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായത്. അവിടെയും ലീഗിനെ തോൽപ്പിച്ച് ആ സീറ്റും കോൺഗ്രസ് സ്വന്തമാക്കി. എന്നിട്ട് ഒരിക്കലും ജയിക്കാത്ത മറ്റൊരു സീറ്റാണ് കൊല്ലം ജില്ലയിൽ അവർ കൊടുത്തത്. ഫലത്തിൽ തൃശ്ശൂരിനിപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഒരൊറ്റ നിയമസഭാ അംഗവും ഇല്ല. മത്സരിക്കുന്ന സ്ഥലത്തെല്ലാം കോൺഗ്രസ് കാലുവാരി അവരെ തോൽപ്പിക്കുകയാണ്. ലീഗിൻ്റെ ശക്തിക്കനുസരിച്ച് തദ്ദേശ സ്ഥാപന പ്രാതിനിധ്യവും മുസ്ലിം ലീഗിനില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു ഘട്ടത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻഷിപ്പ് മുസ്ലിം ലീഗിന് വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവി ലീഗിനുണ്ടായിട്ടുണ്ട് ഈ ഈരാറ്റുപേട്ട. പക്ഷെ അതൊക്കെ കോൺഗ്രസ് ലീഗിനെതിരായി ക്രോസ് വോട്ട് ചെയ്ത് ലീഗിൻ്റേതല്ലാതാക്കി മാറ്റി. അപ്പോൾ ലീഗിന് കോൺഗ്രസുമായിട്ടുള്ള സഖ്യം അധികകാലം തുടരാൻ സാധിക്കില്ല. അവർ രക്ഷപ്പെടണമെങ്കിൽ അവർ സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിലേക്ക് വഴി തുറന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ലീഗിലൊരു തലമുറ മാറ്റം സംഭവിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് അങ്ങ് കരുതുന്നത്? ലീഗിലെ തലമുറ മാറ്റം എന്ന് പറയുന്നത് നിയോജക മണ്ഡലങ്ങളിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നുള്ളതിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് അവരാർക്കാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഒരു തലമുറ മാറ്റത്തിന് മുസ്ലിം ലീഗിൽ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോൾ 33% വനിതാ സംവരണവും കൂടി വന്നാൽ മുസ്ലിം ലീഗ് ആകെ കുഴപ്പത്തിലാകുന്ന സ്ഥിതിയിലേക്കാണ് പോവുക.